ഭഗവാന്റെ ആണെന്ന് മനസ്സിലാക്കൂ. യോഗ്യന്മാരോട് ചോദിക്കൂ, അവരെന്തേ പറയുള്ളൂ. അവർ ഭഗവാനെ അല്ലാതെ പറയില്ല. ഇളയരാജയോട് ചോദിക്കൂ എങ്ങനെയാണ് സംഗീതം വരുന്നത്, യേശുദാസിനോട് ചോദിക്കൂ, അവരൊക്കെ പറയും. ഇതൊക്കെ ഭഗവാന്റെ മഹിമ. അത് സംഭവിച്ചു എന്നല്ലാതെ അതാ സമയത്ത് ഉണ്ടാവാൻ നമ്മളെ ഭഗവാൻ കൂട്ടുപിടിച്ചു, ഒരു ഉപകരണം, അത്രയേ ഉള്ളൂ. അതാണ് താല്പര്യം. ദേവന്മാർ പക്ഷേ ഇപ്പോൾ ശ്രദ്ധിച്ചില്ല, അമൃത് നഷ്ടപ്പെട്ടു. പക്ഷേ ഭഗവാന്റെ കാരുണ്യമില്ലാത്തതുകൊണ്ട് അസുരന്മാർക്ക് കുടിക്കാൻ പറ്റിയില്ല. അവർ മത്സരിക്കുക, ഞാനാദ്യം, ഞാനാണ് സീനിയർ മോസ്റ്റ്, ഞാനാണ് വലിയ അസുരൻ, ഞാനാണ് ആദ്യം കണ്ടത്, ഞാനാണ് ആദ്യം തൊട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇതുവരെയും കുടിച്ചിട്ടില്ല. കിട്ടിയ ഉടനെ കുടിക്കല്ലേ വേണ്ടത്. അവസാനം ഭഗവാൻ അവരുടെ വീക്ക്നെസ് അറിയാം. അത് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ വേഷം ഒന്ന് മാറ്റി. പരബ്രഹ്മാവുമ്പോഴേ നോക്കാൻ വേണ്ടിയുള്ളൂ. അത് മായയായിട്ട് വന്നാൽ അവർ നോക്കും, നമ്മളെപ്പോലെ തന്നെ. ഗുരുവായൂരപ്പനാകുമ്പോഴേ മോഹിനിയെ നമ്മൾ നോക്കും. അത് ഗുരുവായൂരപ്പ വേഷം കെട്ടിയാൽ നമുക്ക് വലിയ ശ്രദ്ധയില്ല. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ വേഷം കെട്ട് മാറ്റി മോഹിനി വേഷം കെട്ടി എന്നൊന്നും പറയാൻ വയ്യ. ഒരാൾ തന്നെയാണ്. 2 തോളുള്ള വേസ്റ്റ് ഒരു തോളിലാക്കി, ആ ഗോപിക്കുറി വട്ടത്തിലാക്കി, മുടിയെടുത്ത് മുന്നോട്ടിട്ടു. തൻ്റെ ആ പാദസരങ്കിലേക്ക് ഭഗവാൻ മെല്ലെ കണ്ട് നടന്നപ്പോഴേക്കും അസുരന്മാർ അത് ശ്രദ്ധിച്ചു, ഓടിച്ചെന്നു. ആരാ നീ? എന്തൊരു സൗന്ദര്യം, എന്തൊരു രൂപം, നീ ആരാ? ആ ലക്ഷ്മിയുടെ അനിയത്തിയ, ഭർത്താവാ? നീ ആരാ? അവളുടെ കൂട്ടുകാരിയ എന്നൊക്കെ പറഞ്ഞാൽ അവർ കയ്യിൽ കെട്ടിയ അമൃത ആർക്ക് കൊടുത്തു? ഈ മോഹിനിക്ക് കൊടുത്തു. നിന്നെ കണ്ടത് നന്നായി, ഞങ്ങളത് കിട്ടിയിട്ട് എങ്ങനെയാണ് വിഭജിക്കേണ്ടത് നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നീ ഇത് ഞങ്ങൾക്ക് പാകത്തിന് വിളമ്പിത്തരണേ എന്ന് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, ഞാൻ അത്ര നല്ല സ്ത്രീയല്ല, എൻ്റെ സ്വഭാവം മോശമാണ്, ഞാൻ അധർമ്മേ ചെയ്യാറുള്ളൂ, ഞാൻ കളവേ പറയാറുള്ളൂ എന്ന് കേട്ടപ്പോൾ അവർക്ക് വലിയ വിശ്വാസമായി. ഒരു കള്ളനും അങ്ങനെ പറയില്ല. പറയൂ, എന്താ ജോലി? കള്ളക്കടത്ത, അല്ലെ പോക്കറ്റടി എന്ന് ആരെയും പറയുമോ? വലിയ വിശ്വാസമായി. അവരാ അമൃത കലശം ആർക്ക് കൊടുത്തു? മോഹിനിക്ക് കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം, ഞാൻ ദേവന്മാരെ പിടിച്ചിരുത്തുന്നിട്ട് അവർക്ക് കൊടുക്കും, നിങ്ങൾക്ക് തന്നില്ല എന്ന് വരും. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അതൊക്കെ നിൻ്റെ ഇഷ്ടം, നീ ഇതിങ്ങോട്ട് വാങ്ങുക ആദ്യം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ആ കയ്യിലുള്ള അമൃത് ഭഗവാന് കൊടുത്തു. ഭഗവാൻ ദേവന്മാരെ ഇരുത്തി. അസുരന്മാരോടും പറഞ്ഞു, നിൽക്കണ്ട, കാല് കുഴയിൽ ഇരുന്നോളൂ. ആർക്ക് കൊടുത്തു? ദേവന്മാർക്ക് അമൃത് കൊടുത്തു. അസുരന്മാർക്കോ? അവർക്ക് കൊടുത്തില്ല. അവർക്കാർക്കും പരാതിയില്ല. പോരെ, അവർക്ക് കുഴപ്പമില്ല. കാരണം അവർക്ക് എന്ത് കൊടുത്തു? അവർ കുടിച്ചിട്ടുണ്ട് കേട്ടോ അമൃത്. ഭഗവാൻ അങ്ങനെ കേശാദിപാദമാര് നോക്കുന്നുണ്ട്. അവർ കണ്ണുകൊണ്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ആരെ കുടിച്ചതപ്പം? ദേവന്മാർ നമ്മളെപ്പോലെ പ്ലേറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അവർ ഇഡ്ഡലി കഴിക്കുന്നുണ്ടെന്നല്ലാതെ ആരും വിളമ്പുന്ന ആളെ നോക്കിയിട്ടില്ല. അസുരന്മാർക്ക് വേണ്ടത് അവർക്ക് കൊടുത്തു, ദേവന്മാർക്ക് വേണ്ടത് ദേവന്മാർ. അത്ര തന്നെ ഇപ്പോഴും ഭഗവാൻ ചെയ്യണുള്ളൂ. സപ്താഹം കേൾക്കേണ്ടവർക്ക് സപ്താഹം കൊടുക്കണു, TV കാണേണ്ടവർക്ക് അത് കൊടുക്കണു, അത് കണ്ടതിൻ്റെ ഫലം അവർക്ക് കൊടുക്കണു. ദുഃഖമായിരിക്കാം, അതിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതല്ലേ കിട്ടുള്ളൂ. മാവ് നട്ടു, എന്നിട്ട് തേങ്ങ ഉണ്ടാവണില്ല പറഞ്ഞാൽ എങ്ങനെയാണ്? മാവ് നട്ടാൽ മാങ്ങ കൊടുക്കും, തെങ്ങാണെങ്കിൽ തേങ്ങ കൊടുക്കും. ചിലത് പെട്ടെന്നാവും, ചിലത് കുറച്ച് വൈകിയാവും. അതോരോ സമ്പ്രദായമാണ്. മാവും വാഴയും കൊണ്ടുവച്ചു. ഒരാൾ മാവ് വെച്ചു, ഒരാൾ വാഴയും വെച്ചു. ആദ്യം ഇതുണ്ടാവുക വാഴ കൊലച്ചു. അപ്പോൾ മാവ് വെച്ച ആൾ അയ്യോ ഞാൻ വെഡ്ഡിയായി, എനിക്ക് ഫലം കിട്ടിയില്ല, മിണ്ടാണ്ടിരിക്കുമോ? മാവിൻ്റെ സമ്പ്രദായം കുറച്ചുകൂടി കഴിഞ്ഞാൽ മാങ്ങ കിട്ടും. അതറിയണ്ടേ? ഇതുപോലെയാണ്. അതറിയാനുള്ള വിവേകം വേണം. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഫലം കൊടുക്കണു. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് സ്വർഭാനു എന്ന് പേരായിട്ടൊരു അസുരൻ, അദ്ദേഹം ആ അസുരന്മാരെ ഇടയിൽ നിന്ന് മെല്ലെ നീറ്റ് ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു. ഒളിച്ചിരുന്നതാണ്. ഒളിച്ചിരിക്കുകയാണെങ്കിൽ വല്ല കോണിപ്പടിയുടെയും ചോട്ടിൽ പോയിരിക്കുക, സ്പീക്കറിൻ്റെ ചോട്ടിലൊക്കെ പോയിരുന്നാൽ കാണില്ല. ഇതിരുന്നത് എവിടെയാണ്? ഇത് ദേവന്മാരുടെ നടുക്കല്ലേ? അത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുക്ക്. സൂര്യൻ നല്ല വെളിച്ചാണ്, ചന്ദ്രന് മോശമൊന്നുമില്ല. നടുക്ക് പോയിരുന്നു. അവർ കാണിച്ചു കൊടുത്തു, ഭഗവാനെ അസുരനാണ്, അയാളിവിടെ വന്നിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, സാരല്ലേ, കഴിച്ചോട്ടെ, നിങ്ങൾ മെനക്കെട്ടതല്ലേ, അയാൾ മെനക്കെട്ടതല്ലേ, കഴിച്ചോട്ടെ കരുതി കൊടുത്തു. പക്ഷേ കിട്ടിയ ഉടനെ ആര് കഴിച്ചു? അത് അസുര സമ്പ്രദായമാണ്. ദേവന്മാർ കിട്ടിയ ഉടനെ കഴിക്കില്ല. ഒരു വിനയം ഉണ്ടാവും. ഏന ത്യക്തേന ഭുഞ്ജീഥ മാ ഗൃധ കസ്യു സിദ്ധനം. താൻ അഷ്ടമസ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ആത്മാവാസ്യമിതം വിശ്വം, ഈശാവാസ്യോപനിഷത്ത് പറയുമ്പം ഈശാവാസ്യമിതം സർവം, ഇതൊക്കെ ഭഗവാന്റെയാണ്. അത് കഴിക്കണ്ടെന്ന് ആര് പറഞ്ഞു? കഴിച്ചോളൂ, പക്ഷെ അഹങ്കാരത്തോടു കൂടി കഴിക്കരുതേ. അത് പ്രസാദമായിട്ട് അനുഭവിച്ചോളൂ. എന്താണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നേ ചെയ്യണത്? അതെ, മഹാത്മാക്കളും അനുഭവിക്കുന്നേ ചെയ്യണത്. പക്ഷെ അവരെ ഭാവം എന്താണ്? അവർ തീർത്ഥം സേവിക്കും പോലെ ഒന്ന് നമുക്ക് പച്ചവെള്ളം കുടിക്കുമ്പം കൈ രണ്ടും ഇങ്ങനെയൊക്കെ ആക്കുമോ? പച്ചവെള്ളം തന്നെ അഭിഷേക ജലമായി വരുമ്പോഴോ അത് അഭിഷേകം ചെയ്തു തീർത്ഥമായിട്ട് തിരുമേനി തരുമ്പം 2 കൈ വെക്കണോ സംശയമായി, ഒന്ന് കുനിയണമെന്ന് സംശയമായി. എന്താ കാരണം?
ഭഗവാനെ കൊടുത്തിട്ട് വരികയാണ്, അത് വരികയാണ്, പ്രസാദമാണ്. അനുഭവിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ, ഊണ് കഴിച്ചോളൂ, ഒന്നും വേണ്ട, ഭോഗം അനുഭവിച്ചോളൂ, അത് പ്രസാദമായിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്നുള്ള മട്ടിൽ നിവേദിച്ചിട്ട് അനുഭവിച്ചോളൂ. ഏന ത്യക്തേന ഭുഞ്ചീഥ, അതിലെ അഹങ്കാരം വിട്ടനുഭവിച്ചോളൂ. ത്യജിക്കുക പറഞ്ഞാൽ മമത ത്യജിച്ചിട്ട് അനുഭവിച്ചോളൂ. ഇത് ഭഗവാന്റേന്ന് കണക്കാക്കിക്കോളൂ, എൻ്റേന്ന് വിട്ടിട്ട് ഭഗവാന്റേന്ന് കണക്കാക്കിയിട്ട് അനുഭവിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ദോഷം ഉണ്ടാവില്ല. അങ്ങനെ ദേവന്മാർ അമൃതം അനുഭവിച്ചു. അസുരന്മാർ അങ്ങനെയല്ലാത്തത് കൊണ്ട് ആ സ്വർഭാനുവിന് തൻ്റെ ചക്രം കണ്ട് കൊടുത്തു, കഴുത്ത് പോയി. അമൃത് കഴിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അമൃത് കഴിച്ച അസുരനും നേരെയായില്ല, അമൃത് കഴിക്കാത്ത അസുരന്മാരും നേരെയായില്ല. അതാണ് താല്പര്യം. ഒരേ കാലത്ത് ഒരേപോലെ മെനക്കെട്ടു ദേവന്മാരും അസുരന്മാരും. എന്നിട്ട് ഫലം കിട്ടിയത് ആർക്കാ? ദേവന്മാർക്കല്ലേ. എന്തേ അതിനുണ്ടായ കാരണം? അതിനുണ്ടായ കാരണം അസുരന്മാർ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല. അസുരന്മാർ അന്യായം കാണിച്ചിട്ടുണ്ട്. അവർക്കൊട്ടും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പല കർമ്മങ്ങളും ചെയ്യാറുണ്ട്, വിജയിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ഒന്ന് വിലയിരുത്തുക. അതിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ആണോ മെനക്കെട്ടത്? സ്വാർത്ഥത ഉണ്ടായിരുന്നോ? മറ്റുള്ളവർക്ക് കിട്ടരുതെന്നുള്ള വിചാരം ഉണ്ടായിരുന്നോ? തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നോ? ഭഗവാനെ ആശ്രയിച്ചിരുന്നോ? വിളിച്ച് പറയുന്നു വേണ്ട, ഇരുന്ന് ആലോചിച്ചാൽ മതി, എത്രയേ വേണ്ടു. അപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും ചില ദിക്കിലൊക്കെ ഒരു പാളിച്ച പോന്നിട്ടുണ്ട്. അതുതന്നെ. അല്ലെങ്കിൽ പരാതി ഉണ്ടാവില്ല, തോറ്റാൽ പോലും പരാതി ഉണ്ടാവില്ല. ഉദാഹരണം ബലിചക്രവർത്തി. പരാജിതോപി നാഖിദ്യത് ലോകതത്വവിചക്ഷണ. പരാജയപ്പെട്ടെങ്കിലും അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തോറ്റത് എന്താ ചോദിച്ചാൽ ഭഗവാന്റെ സങ്കല്പം, അതിനെന്താ? ജയിച്ചത് ഭഗവാന്റെ സങ്കല്പം, അതിനെന്താ? ഇങ്ങനൊരു ഭാവം, അതാണ് ആ ബലിചക്രവർത്തിക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞ് ബലിചരിത്രം വർണ്ണിക്കുകയാണ്